നമസ്കാരം. ഞാൻ ആര്യ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഒരു പുതിയ ഡിഷുമായാണ് എത്തിയിരിക്കുന്നത്. ഈ ഡിഷിന്റെ പേരാണ് ക്ലാച്ചി ബ്ലുസ്കോ സുക്ലോ. ഒന്നും കൂടെ പറയാം, ക്ലാച്ചി ബ്ലുസ്കോ സുക്ലോ. ഈ ഡിഷ് നിങ്ങൾ എഴുതിയെടുക്കാനായിട്ട് തയ്യാറായിക്കോളൂ. ഈ ഡിഷ് നിങ്ങൾ വീട്ടിൽ തന്നെ പരീക്ഷിക്കണം. അതുമാത്രമല്ല, എന്നെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ആദ്യമായിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് അരിയിടാം. അതിനുശേഷം കുറച്ച് വെള്ളം നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് തളിച്ചു കൊടുക്കാം. ഇതിനുശേഷം ഒരു മാവിലെടുത്ത് കുത്തനെ നിർത്താം. എന്തോന്നടേ അവിടെ? ചേട്ടാ, ഞാൻ അരി ഫ്രൈ ഉണ്ടാക്കുക. ഞാൻ കരുതി നിന്റെ അപ്പൂപ്പന് വെളിയിടുകയാണ്. അങ്ങനെ എന്നെ കളിയാക്കിയെന്ന് വേണ്ട. ഞാനേ ഈ പഞ്ചായത്തിലെ ഏറ്റവും നല്ല പാചക റാണിക്കുള്ള അവാർഡ് നേടിയ ആദ്യത്തെ വനിതയാ. സമ്മതിച്ചേ. ഓ, ഇതെങ്കിലും സമ്മതിച്ചല്ല. ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ വാചക റാണി നീ ആണെന്ന് സമ്മതിച്ചു. അയ്യോ, ഇംഗ്ലീഷ് പണ്ഡിതേ, സസ്പെൻഡ് അല്ല ഹസ്ബൻഡ്. നിങ്ങൾ അതിന്റെ അകത്ത് കയറി വാചകം അടിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ? കൊള്ളാമോ ചേട്ടാ എന്റെ മട്ടൻ ഉലർത്തിയത്? ഇതൊന്നും ഉണ്ടാക്കി കഴിക്കരുത്. നമ്മള് പറമ്പിലിറങ്ങി ചാമ്പയ്ക്ക, പേരയ്ക്ക, മാങ്ങ, ഓമയ്ക്ക എന്നിവ വേണം കഴിക്കാൻ. അങ്ങനെ ശരീരത്തിനൊരു ഊർജ്ജം ഉണ്ടാകത്തുള്ളൂ. ഫ്രൂട്ട്സ്. എന്നിട്ട് വേണം ഞാൻ നിപ്പോ ബാധിച്ച് അങ്ങ് മോളോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഒരെണ്ണത്തിന്റെ കെട്ടിക്കൊണ്ട് ഇവിടെ വരാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഒരു സ്നേഹമില്ല മനുഷ്യ. സ്നേഹമില്ലെന്ന് പറയരുത്. എനിക്ക് ഉറക്കത്തിൽ പോലും നിന്നോടുള്ള സ്നേഹം മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ഇന്നലെ സ്വപ്നത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്നോട് ചോദിച്ചു, മകനെ, എന്തു വരമാണ് നിനക്ക് വേണ്ടത്? അപ്പൊ ചേട്ടൻ എന്തു പറഞ്ഞു? എന്റെ പൊന്നും കുടമായ ഭാര്യയെ പൊന്നുപോലെ കാത്തോണേ, എല്ലാവിധ ഐശ്വര്യങ്ങളും നൽകണേ ഭഗവാനേ. അപ്പൊ ഭഗവാൻ എന്ത് പറഞ്ഞു? കുരിശിന്റെ കാര്യമാണ് എന്നോട് പറയണ്ട, ക്രിസ്തുവിനോട് പറഞ്ഞു. എപ്പോഴും എന്നെ നിങ്ങൾ ഇങ്ങനെ തരം താഴ്ത്തിയെന്ന് വേണ്ട കേട്ടോ. തരം താഴ്ത്തുന്നു. ഞാനേ ചുമ്മാ ഇവിടെ വലിഞ്ഞു കയറി വന്ന പെണ്ണൊന്നും അല്ല. എന്റെ കയ്യിലും കഴുത്തിലും ഒക്കെ നിറച്ച് സ്വർണ്ണം ഇട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീട്ടിൽ കയറി വന്നത്. എടി, നിന്നെ ഭാര്യയായിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്, അല്ലാതെ ജുവലറിയുടെ പരസ്യമായിട്ടല്ല ഞാൻ എന്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നത്. ചേട്ടാ ചേട്ടാ, എന്ത് പറ? നമുക്കേ നമ്മുടെ ഇടയിലേ ഒരാളും കൂടെ വേണ്ടേ? നമ്മുടെ ഇടയിൽ ഒരുത്തനെ കൂടെ പിടിച്ചു നിർത്തിയിട്ട് ഈ സമൂഹത്തിനെ കൊണ്ട് ആവശ്യമില്ലാത്തൊക്കെ പറയിപ്പിക്കൂടെ? അതല്ല ചേട്ടാ. ഇല്ലേ? സംഭവം മനസ്സിലായി. നിന്റെ വയറനാങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് ഈ ഇരിക്കുന്ന സാധനം മൊത്തം തീറ്റിച്ച് പണ്ടാര വടങ്ങാൻ വേണ്ടിട്ടല്ലേ നിന്റെ ഉള്ളിലിരിപ്പ്? അതല്ല ചേട്ടാ. പിന്നെ അമ്മ അമ്മ എന്ന് വിളിക്കാൻ ഒരാള് വേണ്ടേ ചേട്ടാ? കഴിഞ്ഞ 3 വീട്ടിൽ നിന്ന് താമസം മാറിയത് പാണ്ടിക്കാരൻ അണ്ണാച്ചിമാരുടെ രാവിലെ അമ്മ അമ്മ എന്നുള്ള നിലവിളി കൊണ്ടാണ്. അതൊരു അണ്ണാച്ചി ഞാൻ ഇവിടെ കയറ്റത്തില്ല, ഇവിടെ ബ്ലേഡിൽ എടുക്കാൻ പറ്റത്തുമില്ല. ചേട്ടാ അതല്ല ചേട്ടാ. പിന്നെ എന്ത് ചേട്ടാ? നമുക്കൊരു കുഞ്ഞി കാല് കാണണ്ടേന്ന്. നിന്റെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ദിവസമെങ്കിലും മനസമാധാനമായിട്ട് വീടിന്റെ ഉള്ളിൽ കിടന്നുറങ്ങിയാലല്ല ഈ പറഞ്ഞ കാലുകളൊക്കെ ഉണ്ടാവാൻ പറ്റൂ. എന്ത് പറഞ്ഞാലും ഒരു ന്യായീകരണം തന്നെ ഈ മനുഷ്യന്. ചേട്ടാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കുടുംബം കഞ്ഞിയാ. നിന്റെ കുടുംബം കഞ്ഞി, എന്റെ കുടുംബം ബിരിയാണി. അയ്യോ ചേട്ടാ, അതല്ല. ഈ കുടുംബം എന്നൊക്കെ പറയുമ്പോ ഒരു കഞ്ഞി പോലെയാണ്. ഈ കഞ്ഞിക്കകത്ത് ഒരു പാത്രത്തിനകത്ത് കഞ്ഞി ഇടുമ്പം ആ കഞ്ഞിക്കകത്ത് കിടക്കുന്ന അരിയാണ് പുരുഷൻ. ഈ കഞ്ഞിക്ക് സ്വാദ് പകരാൻ ഉപയോഗിക്കുന്ന ഉപ്പാണ് സ്ത്രീ. സംഭവം ശരി തന്നെ. പക്ഷെ ഈ അരിക്ക് തുല്യം ഉപ്പ് വരുമ്പോഴാണ് കുടുംബം മൊത്തത്തിൽ കോഞ്ഞാട്ടയായി പോകുന്നത്. അയ്യോ, കുടുംബത്തിന്റെ കുറ്റവും പറഞ്ഞോണ്ട് നിന്നോ. ഇന്നേ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് വരുന്നുണ്ട് എന്റെ വീട്ടില്. എന്തിന്? എന്നെ വൈറലാക്കാൻ. അതല്ല ചേട്ടാ, ഈ സ്പെഷ്യൽ സ്ക്വാഡ് ചാനലിൽ നിന്ന് ഒരു പയ്യ ഇവിടെ വരും. ഒരു അണ്ടർവെയർ നിതീഷ്. ഇംഗ്ലീഷ് പണ്ഡിതേ, അണ്ടർവെയർ നിതീഷ് അല്ല, ആങ്കർ നിതീഷ്. ആ പയ്യൻ വന്ന് എന്റെ ഡിഷസ് ഒക്കെ ഇന്ന് വന്ന് ഇവിടെ വന്ന് അവൻ നോക്കി എന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം എന്നെ വൈറലാക്കും ചേട്ടാ. വൈറലാക്കിക്കോ, പക്ഷെ അവനെ വയറിളക്കി വിടരുത് ചേട്ടാ. കുറച്ചൊന്ന് നോക്കിയേ. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. നോക്കിയേ. അയ്യോ, ഇത് അപ്പഴങ്ങ അച്ചാറാ. ഞാൻ വിചാരിച്ച അമ്പലത്തിലെ പ്രസാദമാണെന്ന്. എന്നാടി നീ കാണിച്ചു കൂട്ടുന്നേ? ചേട്ടാ ചേട്ടാ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേട്ടാ. നിക്ക്. ബാത്റൂമിൽ ഒഴിവുണ്ടോ? അയ്യോ, ബാത്റൂമിൽ ഒഴിവില്ല. റിസ്ക് എടുക്കണ്ട. ഞാൻ പുറത്തു പോയി എന്തെങ്കിലും നല്ല ആഹാരം കഴിച്ചോളാം. എന്റെ പൊന്നെ, നിന്റെ ആഹാരം കഴിച്ച് ജീവിതം പാഴാക്കാൻ എനിക്ക് വയ്യ. ഒന്ന് മാറി. നിന്റെ അടുത്തൂടെ പോയി തന്നെ വയറിളകും. പിന്നൊരു കാര്യം, ആങ്കർ വന്ന് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ എന്നെ വിളിക്കരുത്. 108 വിളിക്കണം. കണ്ടോ അമ്മ, കണ്ടോ ചേച്ചി,
നമ്മൾ എന്ത് കഷ്ടപ്പെട്ടാണ് ഇവിടെ ആഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് ഒരു ആഹാരം കഴിക്കൂല, നേരെ പോകും ഹോട്ടലിൽ പോയി മായം കലർന്നത്, പിന്നെ അജിനമോട്ട കലർന്നത്, ഇതൊക്കെ വലിച്ചു വരി കയറ്റും. എന്നിട്ടോ വീട്ടിൽ വന്നിട്ട് വയറുവേദന സൂപ്പർ എന്ന് പറഞ്ഞിട്ടാ വീട്ടിൽ വരുന്നത്. നമ്മൾ എന്തിനു ചേച്ചി ഇങ്ങനെ കഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കുന്നത് ഇത്രയും ടേസ്റ്റി ആയിട്ട്? അയ്യോ, എന്റെ മട്ടൻ കറിക്കുള്ള ആൾ റെഡിയായി തോന്നുന്നു. 36 കിലോമീറ്റർ ഞാൻ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് ഇവിടെ വരണമെങ്കിൽ അതിനൊരു കാരണം കാണും. 36 കിലോമീറ്റർ കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് ഒരു ഹൂ വെക്കാൻ തന്നെ. ആ ഹൂ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറൊരു ഹൂ വെച്ചേരാം. കുഞ്ഞൂട്ടത്തി, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ കുഞ്ഞൂട്ടത്തി എന്ന് വിളിക്കരുതെന്ന്. ആ എനിക്കിത് കിട്ടണം. കേട്ടാണോ പ്രാമേണ, അറിയാമോ കൊച്ചുനാളിലെ എവക്ക് ഒരു 8 വയസ്സുള്ള സമയം 2 കാലും ഒടിഞ്ഞ് വീട്ടിയിരിക്കണ്. എന്റെ അടുത്ത് പറഞ്ഞു, അണ്ണാ പേരയ്ക്ക പറിച്ച അണ്ണാന്ന് പറഞ്ഞു. ഞാൻ എവിടെ എടുത്ത് തോളി വെച്ച് മരപ്പട്ടി പേരമരത്തി വലിഞ്ഞു കയറും കണക്ക് വലിഞ്ഞു കയറി പേരയ്ക്ക പറിച്ചു കൊടുത്ത്. അത് നിനക്ക് ഓർമ്മയുണ്ട? എടി നോക്ക്, ഈ നെഞ്ചി കിടന്നാണ് നീ കളിച്ച് വളർന്നത്. എവിടെ നോക്കട്ടെ, കാണിച്ചു തരാം. ഈ നെഞ്ചത്ത് കിടന്ന് കളിക്കാൻ ഈ നെഞ്ച് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം ഉണ്ട്. കൊള്ളാം കേട്ടാ. എടി ഞാൻ മുഖം കാണിക്കാൻ വന്നേണ്. മുഖം കാണിക്കാൻ ഞാൻ തോന്നുന്നു രാജകുടുംബത്തിൽ അങ്കു. വരുന്നില്ലേ, അതിന് മുഖം കാണിക്കാൻ വന്നേണ്. ഓ, നിങ്ങളെ മുഖം ഒന്നും ഇങ്ങോട്ട് എടുക്കൂല. പിന്നെ നിന്നെ കുറിച്ച് വീട്ടിൽ എപ്പോഴും ചർച്ചയാണ്. അപ്പൊ അവിടെ ന്യൂസ് ചാനൽ തുടങ്ങിയാട്ടെ. അതല്ലെന്ന്, നിന്റെ നാത്തു എന്റെ ഭാര്യയെ എപ്പോഴും പറയും നാത്തൂന്റെ അലുവാത്തോരായി. പിള്ളേര് എപ്പോഴും പറയും മാമിയുടെ അലുവാത്തോരം വേണം, മാമിയുടെ അലുവാത്തോരം വേണം. എന്റെ നാത്തു സുഖമായിട്ടിരിക്കണേട്ടാ. ഭയങ്കര സുഖം. എന്റെ പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കണേട്ടാ. എന്റെ ഭഗവാനെ, എന്റെ നാത്തൂന് ഒരു അസുഖവും വരുത്തല്ലേ. എടി പിന്നെ നമ്മളെ സുമേഷില്ലേടി, സുമേഷിന്റെ കൊച്ചിന്റെ നൂല് എനിക്കറിയാലോ, നാട്ടുകാരെല്ലാം കൂടെ ഒരുപാട് പേര് വരുമെന്ന്. അങ്ങനെ 10,000-2000 പേര് വരുമെന്നുള്ള സിറ്റുവേഷൻ എത്തിയപ്പം അവന്റെ ഒരു പിടുത്തം പാചകത്തിന് നീ മതിയെന്ന്. കണ്ടാണ് എന്റെ പാചകത്തിന്റെ വില, കണ്ടാ അമ്മ, എന്റെ പാചകത്തിന്റെ വില കണ്ട? ആർക്കും ഒരു മതിപ്പുമില്ല. പിന്നെ എന്നിട്ട് എന്തെന്നറിയാമോ സംഭവം? ഈ 2000 പേര് വന്ന ഒരു സാധാരണക്കാരനാണെങ്കിൽ കൊത്തപ്പണിക്ക് പോകണാണെങ്കിൽ കുടുംബം കടവെഴുതി തള്ളേണ്ടി വരൂലേ. എവള് പാചകം ചെയ്ത 10 പേര് പോയിട്ട് ഒരു പട്ടി പോലും കഴിക്കില്ല. അതുകൊണ്ടാണ്. അനാവശ്യം പറയരുത് ചേട്ടാ. ഒരു കാര്യം അതല്ല, വേറൊരു കാര്യമുണ്ട്. എന്താ? എന്റെ ഒരു അന്ത്യാഭിലാഷം നീ സാധിച്ചു തരണം. എന്താ കേട്ടോ? അതെ, ഞാൻ മരിക്കുമ്പോ എന്നെ അടക്കം ചെയ്യുമ്പം അതിന്റെ കൂടെ എന്റെ മാരേജ് സർട്ടിഫിക്കറ്റും കൂടെ നീ വെക്കണം. അയ്യോ, അതെന്തിനാ? മരിച്ച അവിടെ ചെല്ലുമ്പോ നരകമാണ് വിധിക്കണമെങ്കിലേ സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിക്കാൽ ഇത്രയും നാള് നരകത്തിലായിരുന്നു, ശിക്ഷ ഇളവിയത് തരണമെന്ന്. എന്റെ ഭഗവാനെ, എന്റെ ചേട്ടാ അങ്ങോട്ട് പോണതിന് മുമ്പ് എന്റെ ആഹാരം കഴിക്കാനുള്ള ഒരു ഭാഗ്യം കൊടുക്കണേ ചേട്ടാ. ഇത് കുറച്ചൊന്ന് കഴിച്ചു നോക്ക് കേട്ടാ. എടി മക്കളെ, നിന്റെ ആഹാരം കഴിച്ച ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകും. ചേട്ടാ കുറച്ചൊന്ന് കഴിക്കേട്ടാ, പ്ലീസ് കേട്ടാ. നമ്മളൊരു ചോരയല്ലേ ഏട്ടാ. അങ്ങനെ ചോര തെറിപ്പിക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാണ്. വേണ്ട ചേട്ടാ, നമ്മളൊരു കുടുംബത്തിലുള്ളവരല്ലേ ഏട്ടാ. ഇത് കഴിച്ചുള്ള ബന്ധം ഉറപ്പിക്കലൊന്നും വേണ്ട, അതുകൊണ്ടാണ്. ചേട്ടാ, ഞാനല്ലേ എന്നെ കൊച്ചിലെ എടുത്ത് നെഞ്ചത്ത് വെച്ച് നടന്നല്ലേ ഏട്ടാ. സെന്റിമെന്റ്സ് കയറി പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴിവുണ്ടാ? അച്ഛൻ വെളിയിലാണെന്ന് തോന്നുന്നു, ഇട്ടേരാ. നന്നായിരിക്കണം. കൂടുതൽ പറയാനുള്ള ആവതി ഇനി കിട്ടുമെന്ന് തോന്നണില്ല. തിരിച്ചു വന്നിട്ട് നമുക്ക് നോക്കാം കേട്ടാ. അയ്യോ, അല്ലെങ്കിൽ എല്ലാവർക്കും ഇങ്ങനെ തന്നെ. ഭഗവാനേ, എക്സ്ക്യൂസ് മീ. അയ്യോ അയ്യോ, ചാനലിൽ നിന്ന് നിതീഷ് വന്നെന്ന് തോന്നുന്നു. എന്റെ ഭഗവാൻ. നമസ്കാരം, ബോണ്ട മീഡിയയിലേക്ക് സ്വാഗതം. വീട്ടിലെ കറി വേണമെങ്കിൽ തിന്നെ എന്ന പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ചേച്ചി. ഇന്ന് നമ്മള് ആര്യ ചേച്ചിയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ആര്യ ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനും എന്റെ ചേട്ടനും എന്റെ അമ്മാവനും. അപ്പൊ ഇവരെല്ലാരും നല്ല ഭക്ഷണം കഴിച്ചാണ് ജീവിക്കുന്നത്. നല്ല സുഹൃതം ചെയ്ത ആൾക്കാരാണ്. അതെ അതെ. ചേട്ടന് അമ്മായി അച്ഛനല്ലേ? അതെ. ആ ചേട്ടനും. അതെ. ഓക്കെ. പിന്നെ ചേച്ചി നാട്ടിൽ നല്ല പാചക റാണി എന്നാണ് എല്ലാരും പറയുന്നത്, ശരിയാണോ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ ഇന്ന് എന്ത് ഡിഷാണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്? ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുതിയ ഡിഷാണ്. ഇതിന്റെ പേരാണ് ക്ലാച്ചി ബ്ലുസ്കോ സുക്ലോ. ക്ലാച്ചി ബ്ലുസ്കോ സുക്ലോ. അപ്പൊ ഇതിന് വെള്ളം വേണ്ടി വരുമല്ലേ? ഇപ്പൊ തന്നെ ഓൾറെഡി വെള്ളം അതിൽ തെറിച്ച്, അപ്പൊ ഇനി കുറച്ച് മതിയില്ല.
ചുമ്മാ പറഞ്ഞേ ചേച്ചി. അപ്പൊ നമുക്ക് ഈ ഡിഷിലേക്ക് തുടങ്ങാം. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്? പറഞ്ഞു തരാം. ആ. ആദ്യമായി 3 കല്ലെടുത്ത് ഇങ്ങനെ വെക്കുക. പൊങ്കാലിടാൻ പോണം. അല്ല, ഞാൻ തനിനാടൻ സ്റ്റൈലാണ്. ഓ, തനി നാടൻ ശൈലിയിലാണ് ചേച്ചി ഇത് ഈ ഡിഷ് ഉണ്ടാക്കുന്നത്. ക്യാപ്ചർ ചെയ്തോളാം, തനി നാടൻ ശൈലിയിൽ. ഓക്കെ. എന്നിട്ട് 3 കല്ലെടുത്ത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മുകളിലേക്ക് ഒരു പാത്രം എടുത്ത് വെക്കുക. അപ്പൊ ചേച്ചി 3 കല്ലെടുത്ത് വെച്ചു, അതിന്റെ മുകളിൽ പാത്രം എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇതിനുശേഷം നമുക്ക് മൂട്ടി തീ പിടിപ്പിക്കുക. അപ്പോഴേ 3 കല്ലെടുത്ത് വെച്ചു, അതിനുശേഷം പാത്രം എടുത്ത് വെച്ചു, അതിനുശേഷം മൂട്ടിൽ തീ പിടിച്ചു. മൂട്ടിൽ തീ പിടിച്ചാലുള്ള അവസ്ഥ എന്ന് പറയുന്നത് രാവണന് ഹനുമാൻ മൂട്ടിൽ തീ പിടിച്ച് ലങ്കയാകെ ചുട്ടരിച്ച് ഹനുമാൻ ഇങ്ങനെ പരക്കം പാകുകയാണ് രാവണന്റെ മുന്നിലേക്ക്. അയ്യോ, രാവിലത്തെ ലങ്കാദഹനം ചെയ്യുന്ന ഞാനാണ് മീഡിയയിൽ. അപ്പൊ അതിന്റെ ഈ ഫ്ലോ അങ്ങ് കയറി വന്നു ഒരു ഫ്ലോയിലെ. സോറി ചേച്ചി, അപ്പം അവിടെ കട്ടെ കയറിക്കോ ചേച്ചി. ഇനി അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്? അതിനുശേഷം നമ്മളിങ്ങനെ ഈ ചിക്കൻ എടുക്കുക. ചിക്കനിൽ നമ്മൾ ഈ മസാലകളൊക്കെ ഒന്ന് നേരെ ഒന്ന് യോജിപ്പിക്കുക. യോജിപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാങ്ക്രീറ്റ് ഒക്കെ കുഴയ്ക്കുമ്പോൾ ഇങ്ങനെ കുഴ എന്ന് പറഞ്ഞങ്ങോട്ട് കുഴയ്ക്കും. കാങ്ക്രീറ്റ് ഇത് മനസ്സിലാക്കണം. നല്ല രീതിയിൽ അരപ്പൊക്കെ ഒട്ടുന്ന രീതിയിൽ യോജിപ്പിച്ച് വെക്കുക എന്നാണ് ചേച്ചി ഉദ്ദേശിച്ചത്. ഓക്കെ. അങ്ങനെ ഈ മസാലകളൊക്കെ കോഴിയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളിങ്ങനെ കോഴിയെ നോക്കി നിൽക്കും. ഓൾറെഡി എനിക്ക് നാട്ടിൽ നല്ല ചീത്തപ്പേരാണ്. ചേച്ചി അങ്ങോട്ടങ്ങോട്ടാ മാറിയ തിരിഞ്ഞ് നോക്കിയാൽ നല്ല രസമായിരിക്കും. അപ്പൊ നമുക്ക് വീണ്ടും കിടക്കാം. അപ്പൊ മസാലകളൊക്കെ കോഴിയിൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഊതി കൊടുക്കുക. ഊതി കൊടുക്കണം. ഈ മറ്റേ നല്ല രീതിയിൽ ഊതി കൊടുക്കണം, എന്നാലേ അത് വേവത്തുള്ളൂ, തിളക്കത്തുള്ളൂ. നീ അങ്ങോട്ട് ഊതാതെ എന്റെ കണ്ണിലോട്ട് ഊതട്ടെ. അയ്യോ, കണ്ണിൽ വീണാച്ചി. ചേട്ടൻ എന്തിനേട്ടാ അവിടെ നോക്കിക്കൊണ്ടിരിക്കണം? ഇങ്ങോട്ട് കയറി വാ. ഏയ്, ഏതോ ഒരു അന്യപുരുഷൻ ഒരു അന്യ സ്ത്രീയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു. അപ്പൊ ഈ അന്യപുരുഷൻ അത് കണ്ടില്ല, അത്രേ ഉള്ളൂ. ഞാൻ ഈ വീട്ടിലെ കറി വേണമെങ്കിൽ തിന്ന്. എന്റെ വീട്ടിലെ കറി വേണമെങ്കിൽ തിന്നാൻ പറയാൻ നീ ആരാടാ? പോർക്കിനുണ്ടായവനെ. അതല്ല, ഞാൻ ഈ വീടുകളിലൊക്കെ കയറി ഇറങ്ങി ചേച്ചിമാരെ കൊണ്ട് ആഹാരം വെപ്പിച്ചിട്ട് അത് കഴിക്കാൻ വരുന്ന നിതീഷ് ചാനലിലെ തെണ്ടി തിന്നി, അത് മതി. ചേച്ചി നല്ല മണം വരുന്നുണ്ട് കേട്ടോ. വരുന്ന വഴി 2 കുപ്പി കള്ള് ഏറ്റിയച്ചാ വരുന്നത്, അതിന്റെയാ. അതെന്റെ പോയി ഈ സാധനം ഡിഷ് നല്ല റെഡിയായി മണം വരുന്നു എന്നാ പറയുന്നത്. ടേസ്റ്റ് ആയി. ചേച്ചി ഇനി ലാസ്റ്റിൽ എന്ത് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർക്കാനുള്ളത്? നമുക്കിനി ചേർക്കേണ്ടത് ചേർത്തോട്. മഞ്ഞപ്പൊടിയും പാലുമാണ്. മഞ്ഞപ്പൊടിയും പാലും ചേർത്ത് നിങ്ങൾ എന്തൊരു പായസം ഉണ്ടാക്കണം. പക്ഷേ മഞ്ഞപ്പൊടി വീട്ടിലില്ലടാ. ഞാൻ അപ്പുറത്തെ അല്ല, രുചി നോക്കാൻ വരട്ടെ, ഇനി കുറച്ചും കൂടെ ഉണ്ടല്ലോ പരിപാടി. മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കാനുണ്ടല്ലേ? അപ്പൊ ചേച്ചി ശാന്തമ്മയുടെ വീട്ടിലെ മഞ്ഞപ്പൊടി വാങ്ങാൻ പോവുകയാണ്. അതുവരെ ഒരു ഷോർട്ട് ബ്രേക്ക്. അടുക്കളപ്പണ പട്ടിക്ക് ചോറ് ഇറങ്ങി വെച്ചിട്ടുണ്ട്, അടുത്ത് തിന്നക്കല്ലടാ മോനെ. ഒന്നും പറയണ്ടളിയാ. വന്ന ഉടനെ അളിയന്റെ ഭാര്യ എന്റെ പെങ്ങളൊരു സാധനം തന്നു, കഴിച്ചു, അപ്പുറത്തേക്ക് പോയി. എന്നിട്ട് പെട്ടെന്ന് പോന്നെ. അച്ഛൻ വെളിയിൽ നിന്ന് ഭയങ്കര ബഹളം. അയ്യോ, എന്റെ അളിയ ജീവനോടുണ്ടല്ലോ. അയ്യോ, അങ്ങനെയൊന്നും അമ്മയ്ക്ക് പിടിക്കല്ലേ അളിയ, അതിനുള്ള ആവതൊന്നും ഇല്ല. ജോലിയൊക്കെ ഏത് ജോലി അളിയാ? കറവയൊക്കെ വറ്റി അളിയ. അയ്യോ, പിന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്നത്? അങ്ങനെ ഇരിക്കുമ്പോ വിരലൊന്ന് തരിക്കുമ്പോ ഒരു ഓറ് മിൽമാപ്പാല് വാങ്ങി ഒരു കിഴുത്തിടും, 2 പിടുത്തം, അത്ര. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് സമയം പോളിയാ. ഞാനെന്ന് പറയുന്ന നാട്ടിലെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്, മനസ്സിലായ? നമ്മുടെ നാട്ടിൽ ധാരാളം പ്രശ്നങ്ങളല്ലേ അളിയാ? വീട് വീടാന്തരം പ്രശ്നങ്ങളാണ്. ഞാനിത് വീട് വീടാന്തരം കയറി ഇറങ്ങി അങ്ങ് പരിഹരിക്കും. എന്നാലും ഇപ്പോഴും പ്രശ്നമാണ് അളിയാ. അളിയന്റെ വീട് വീടാന്തരമുള്ള കയറ്റം നിർത്താമെങ്കിൽ നാട്ടിലെ പകുതി പ്രശ്നവും പരിഹരിക്കപ്പെടും. അളിയൻ ഇങ്ങനെ ഇവിടെ ഇരുന്നോ? അളിയ, ഒരു കുടുംബമാകുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണം. ആരൊക്കെ വരുന്നു പോകുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അളിയ ശ്രദ്ധിക്കാറുണ്ടോ? ശ്രദ്ധയുണ്ടളിയാ. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. ഇങ്ങനെ നോക്കിയിരിക്കുമെങ്കിൽ അളിയന് ATM-ന്റെ സെക്യൂരിറ്റി ആയിട്ട് ജോലി കിട്ടും. ആ സെക്യൂരിറ്റിക്കും ഇത് തന്നെ പണി. ഇങ്ങനെ നോക്കിയിരിപ്പേ ഉള്ളൂ, ആര് വരുന്നു പോകുന്നു എന്ന് ശ്രദ്ധിക്കാറില്ല, അത്ര തന്നെ. പിന്നെ അളിയൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ സഹോദരിക്കിട്ട് പറയുന്ന കാര്യം ഞാൻ കേൾക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതായത് എന്റെ പെങ്ങളെയാണ് കല്യാണം കഴിച്ചു കൊടുത്തേക്കണത്.
അന്തസ്സായിട്ട് കല്യാണം നടത്തി കൊടുത്ത്. അമ്മച്ചി, നമ്മളിപ്പം പണ്ടൊക്കെ കല്യാണത്തിന് മറുവീടിന് പോകുമല്ലേ? മറുവീടിന് പോകുമ്പോ എന്തരാണ് കൊടുക്കണത്? എന്തരാണ് കൊടുക്കണം? മറുവീടിന് ചെല്ലുമ്പോ എന്തരേലും കൊണ്ട് കൊടുക്കും ചെറുക്കൻ? അലമാര മുറുക്ക് ഉം. കപ്പക്കൊല ഉം. പിന്നെ അലുവ. ബെസ്റ്റ് അമ്മച്ചിയാണ്. അലുവയും മുറുക്കും കപ്പക്കലയും കൊടുത്ത് അപ്പൂപ്പനെ അങ്ങ് പറ്റിച്ചു. ഒരു സൈക്കിള് അന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല. കൊള്ളാം കേട്ടാ. എന്നാ ഞാൻ കൊടുത്തത് അണ്ണാ ഫ്രിഡ്ജ്. അടിപൊളി ഫ്രിഡ്ജ്. ചോദിച്ചോ. ഫ്രിഡ്ജ് അളിയ സത്യം ഫ്രിഡ്ജാണ് കൊണ്ട് തന്നത്. നല്ല ഫ്രിഡ്ജ്. 2 എണ്ണം അടിക്കാമെന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 ദിവസം കാത്തിരുന്നു. തണുത്തില്ല. നോക്കിയപ്പോ എന്താ ഫ്രിഡ്ജിന് വയറില്ല. ഫ്രിഡ്ജിന്റെ കവറിനകത്ത് ഇരുമ്പലമാര കയറ്റി വെച്ച് കൊണ്ടുവന്ന് തന്ന് എന്നെ പറ്റിച്ചു ഈ കള്ള വവ്വാലിനുണ്ടായവൻ. അളിയാ അളിയാ അത് പറയല്ലേ അളിയാ, അത് പറയല്ലേ. എന്ത്? അളിയ മറുവീടിന് വരുമ്പോ ഞങ്ങൾക്ക് എന്തൊരു തരുമെന്ന് പറഞ്ഞ് ബിരിയാണി തന്നെ. ഞാനും എന്റെ പെണ്ണും പിള്ളം ബിരിയാണി കഴിക്കാൻ വേണ്ടി ഉച്ചയ്ക്ക് സദ്യ ഉണ്ണാതെ അവന്റെ വീട്ടിൽ വലിഞ്ഞ് ചെന്നപ്പോ ഉപ്പുവാവ് കോവുന്നത് സഹിക്കാൻ പറ്റുമോ? വയറില്ലാത്ത ഫ്രിഡ്ജ് കൊണ്ടുവന്നവന് ഇനി ഞാൻ 5 സ്റ്റാർ ഡിഷ് ഉണ്ടാക്കി കൊടുക്കാം. എന്നാലും അളിയ അളിയും ഫ്രിഡ്ജിനെ കുറിച്ച് പറഞ്ഞ് ശരിയായില്ല അളിയ. അളിയ നാളെ ആഹാരത്തിന് വേണ്ടി എന്റെ അടുത്ത് എന്റെ മനസ്സിന് വേദന. അയ്യോ, എന്തൊരു സ്നേഹമുള്ള അളിയനും എപ്പോഴും ഇങ്ങനെ. നല്ല കുടുംബമാണ് കേട്ടോ ഇവര് തമ്മിൽ നല്ല സഹകരണ മനോഭാവമുള്ള ഒരു ആൾക്കാരാണ്. നിനക്ക് ഞാൻ ഉപ്പുമാവ് തന്നു പറഞ്ഞ് എങ്ങാണ്ട് കിടന്നൊരു വവ്വാലിനുണ്ടായ പെണ്ണിനെ ചേട്ടാ, എന്താ ഇത്? എടാ കടിച്ചിട്ട് ഞാൻ തിരുവനന്തപുരത്തെത്തി. ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുന്നു. ചാനലാ. നിക്ക്. ഇതൊരു പ്രോഗ്രാമാണ്, ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് 2 സൈഡിൽ നിന്നും. അയ്യോ തന്നെ. നിങ്ങളെ ചാനലിൽ കാണിക്കാനുള്ളതാ. നിങ്ങൾ ഇങ്ങനെ അടി കൂടിക്കൊണ്ടിരുന്ന ഇവിടെ കാര്യങ്ങൾ നടക്കില്ല. അപ്പൊ നമുക്ക് ഈ ഡിഷിലേക്ക് പോവാം. മൂക്കിന് താഴെ ഊഞ്ഞാലിട്ടവനെ പറയാനുള്ള പറയടാ. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ചേച്ചി. അപ്പൊ നമുക്ക് ഈ ഡിഷിലേക്ക് ലാസ്റ്റില് നല്ല മണം വരുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ സമയമായെന്ന് തോന്നുന്നു ഡിഷസ് അല്ലേ? എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കണായിരുന്നു. നാരങ്ങ പിഴിഞ്ഞു. നാരങ്ങ എന്ന് പറയുന്നത് സിട്രിക് ആസിഡ് അല്ലേ? മലയാളത്തിൽ പറയാവേ. സിട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നാരങ്ങ നീരില്ല, അതിന്റെ എസൻസ് വേണം. അപ്പൊ അത് ചേച്ചിയുടെ എസൻസ് വേണം. ഓ പറയണ്ടേ ഇതൊക്കെ? ചേട്ടനിലുണ്ടോ? അതൊക്കെയല്ലേ നമ്മള് തരും ഈ ചേട്ടൻ സാധനം. ചെറിയ പാചകക്കാരനൊക്കെ ആണല്ലേ, ഇതൊക്കെ നേരത്തെ പറയണ്ടേ? നിന്നെ തുറന്ന് നോക്കണോടാ. അപ്പൊ ഞാൻ തന്നെ ഇട്ടോട്ടെ ഇതിലോട്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേട്ടാ ഒന്ന് ഇടുകയാണ്. അപ്പൊ ചേച്ചി ഒന്ന് ഇളക്കിക്കോളൂ ഇത് നന്നായിട്ടൊന്ന് ഇളക്കിക്കോളൂ. അപ്പൊ നല്ല വെന്ത് തിളച്ച് നല്ല മണം വരുന്നുണ്ട്. നല്ല സ്വാദേറിയ ചേച്ചിയുടെ പുതിയ വിഭവമാണ്. അപ്പൊ നമുക്ക് കഴിച്ചു നോക്കാനായിട്ട് നാവില് വെള്ള ഊറി വരികയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കാമല്ലോ. നമുക്ക് കഴിച്ചു നോക്കാം. ഓക്കെ കഴിച്ചു. സൂപ്പർ കൊടുകൈ. അയ്യോ ഞാൻ ഇന്നേ വരെ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇന്നേ വരെ ഇങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. അടിപൊളി ചേച്ചി, നന്നായിട്ടുണ്ടായിരുന്നു. അടിപൊളി. പിന്നെ ലാസ്റ്റിൽ ചേർത്ത എസൻസ് ഇല്ലേ, നാരങ്ങ നീരിന്റെ എസൻസ്, അത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അത് എവിടെ നിന്നാണ് ചേട്ടൻ കൊണ്ടുവന്നത്? കൊണ്ടുവന്നെന്ന് പറഞ്ഞാല് എന്റെ കയ്യിലുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്നു. അതൊന്ന് പറഞ്ഞു തരാമോ എന്താണെന്ന്? നിമ്മ സോപ്പ് പൊടി നിം. അതിലല്ലേ 100 ചെറുനാരങ്ങയുടെ ശക്തി ഒളിച്ചിരിക്കുന്നത്. എന്റെ